ഹലോ, കണ്ണൂരാണുള്ളത്. അപ്പം ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം നടപ്പുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തെയ്യത്തിൻ്റെ പരിപാടിയൊക്കെ നടപ്പുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ 2-3 പേര് പോകുന്നുണ്ട് ഡ്രൈവർമാർ. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് എന്തൊക്കെയാണെന്നൊന്ന് വീഡിയോയിൽ പകർത്താൻ കുറച്ച് കാര്യങ്ങൾ. കാസർഗോഡും കണ്ണൂർ ജില്ലയുടെ ബോർഡറിലായ ചീമേനി വിഷ്ണു സ്വാമി ക്ഷേത്രത്തിലാണുള്ളത്. ഇതാണ് അമ്പലത്തിൻ്റെ പ്രധാന ആർച്ച്. പിന്നൊരു തീരുമാനം, അന്നദാനം കഴിക്കാൻ പോയാൽ എന്താണ്. അന്നദാനം കഴിക്കാൻ ഇത്രയും വലിയ ആർച്ച് ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരുപാട് ആൾക്കാർ അന്നദാനം കഴിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്. പല പല തട്ടുകളായിട്ട് തിരിച്ച ആൾക്കാരെ നിർത്തിയിരിക്കുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് പ്രധാന എൻട്രൻസിലോട്ട് എത്തി. ഇവിടെ എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ടേബിളും കസേരയും എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അന്നദാനത്തിന് ചോറും സാമ്പാറും അച്ചാറും മാത്രമാണ് ഉള്ളത്. എല്ലാ ദിവസവും ഇവിടെ അന്നദാനം നടത്തി വരുന്നു. ഈ ക്ഷേത്രത്തിൽ എന്നും അന്നദാനം ഉണ്ടാവുമെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. ഉത്സവ സമയങ്ങളിലാണ് എന്നും അന്നദാനം ഉള്ളത്. തെയ്യത്തിൻ്റെ പല രൂപങ്ങൾ എന്നും ഉണ്ടാവും. ഇന്ന് മുത്തപ്പൻ തെയ്യമാണെങ്കിൽ നാളെ അങ്ങനെ ഉണ്ട്. എന്തായാലും അന്നദാനം ഒരു പുണ്യമാണല്ലോ. എന്തായാലും നല്ല ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവിടെയൊക്കെ ചുറ്റിക്കറങ്ങി അമ്പലം കുളമൊക്കെ കണ്ടു. പിന്നെ അപ്പോഴാണ് തെയ്യം തുടങ്ങിയത്. ഇന്ന് 2 വ്യത്യസ്ത മുഖങ്ങളാണ് കെട്ടിയാടുന്നത്. ആദ്യ വേഷമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളൊന്നും മൊബൈലോ ക്യാമറയിലോ ഒന്നും പകർത്തിക്കൂടാ എന്ന് അമ്പലത്തിൻ്റെ പല ഭാഗങ്ങളിലും എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും കാണാതെ രഹസ്യ രചനയാണ് ഞാൻ ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ തെയ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തെയ്യം ഒരു വിനോദകല മാത്രമല്ല, അതൊരു ഭക്തിയും ആചാരവും സാമൂഹിക ഐക്യവും ഉൾക്കൊള്ളുന്ന ഒരു സാംസ്കാരിക പൈതൃകമാണ്. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ ചരിത്രവും വിശ്വാസങ്ങളും തെയ്യത്തിലൂടെ തലമുറകളിലേക്ക് പകർന്നു നൽകപ്പെടുന്നു. തെയ്യം കേരളത്തിൻ്റെ സമ്പന്നമായ ജനകീയ സംസ്കാരത്തെയും ആത്മീയ പാരമ്പര്യത്തെയും പ്രതിഫലിപ്പിക്കുന്ന അതുല്യമായ വർണ്ണാഭമായ അവതരണവും ആചാരപരമായ പ്രാധാന്യവും കാരണം തെയ്യം ലോകമെമ്പാടുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കലാരൂപമാണ്. തെയ്യം കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ പ്രദേശങ്ങളായ മലബാർ മേഖലയിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഒരു പുരാതന അനുഷ്ഠാന നാട്യ കലാരൂപമാണ്. ദേവതകളെയും വീരപുരുഷന്മാരെയും പ്രകൃതി ശക്തികളെയും അവതരിപ്പിക്കുന്ന ആരാധന രൂപമായാണ് തെയ്യം അറിയപ്പെടുന്നത്. തെയ്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്തായാലും ഇനി ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനി രാവിലെ ഷൂട്ടിന് പോകേണ്ടതുള്ളത് കൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.